ഒരു ദിവസം എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ്, നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. അങ്ങനെ പടച്ചവനെ പറഞ്ഞ ദിവസമത്ത് ജനങ്ങളെ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവരുടെ മധ്യഭാഗത്തേക്ക് കടന്നു ചെന്നു. ചരിത്രം പറയുകയാണ് 70,000-ഓളം വരുന്ന ജനങ്ങളുണ്ടായിരുന്നു. അന്ന് മൂസാ നബി എല്ലാവരുടെ മുന്നിൽ ഇരുന്നിട്ട് ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തുകയാണ്. അവിടെ നിന്ന് ദുആ ചെയ്തു, മഴയില്ലാതെ വളരെ പ്രയാസത്തിലാ വെള്ളമില്ലാതെ വലിയ ബുദ്ധിമുട്ടിലാണ് റബ്ബേ. അതുകൊണ്ട് നാഥാ നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ. മൂസാ നബി അലൈഹിസ്സലാം പടച്ചറപ്പിനോട് ദുആ ചെയ്യുമ്പോ അല്ലാഹുവേ മഴയുടെ ഒരടയാളവും കാണുന്നില്ല, മഴയുടെ അടയാളവും കാണുന്നില്ല. മൂസാ നബി ആകാശത്തേക്ക് നോക്കുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ അങ്ങയുടെ ദുആ സ്വീകരിക്കില്ല നബിയേ, അല്ലാഹു മഴ തരില്ല നബിയേ. കാരണം എന്തേ ജിബ്രീല്? എന്തുകൊണ്ടാണ് പടച്ചറപ്പ് ഈ വരുന്ന 70,000-ഓളം വരുന്ന ജനങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് പടച്ചറപ്പ് മഴ തരാത്തത്? അപ്പോഴാണ് പറഞ്ഞു കൊടുക്കുന്നത്, മൂസ നബിയേ അങ്ങയുടെ മുന്നിൽ ഇരിക്കുന്ന ഈ ജനങ്ങളുടെ നടുവില് 40 കൊല്ലമായിട്ട് പടച്ചറപ്പിനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരു ധിക്കാരിയായ മനുഷ്യനിരിപ്പുണ്ട്. 40 കൊല്ലമായിട്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരുത്തൻ ഇവിടെ ഇരിപ്പുണ്ട്. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാതെ അല്ലാഹു മഴ തരില്ല നബിയേ. മൂസാ നബി അലൈഹിസ്സലാമിന് വല്ലാത്ത അത്ഭുതമാവുകയാണ്. പടച്ചവനെ ആരാ അല്ലാഹ് 40 വർഷമായി പടച്ചറപ്പിനെ മറന്നുകൊണ്ട് നടക്കുന്ന നശിച്ചവരാരാ? മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ ഇരിക്കുന്ന ജനങ്ങളുടെ നടുവില് 40 കൊല്ലമായിട്ട് പടച്ചറപ്പിനെ മറന്നു നടക്കുന്ന ഒരു മനുഷ്യരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകണം, അവൻ എഴുന്നേറ്റ് പോകണം, അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യില്ലല്ലോ. മൂസാ നബി അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ ജനങ്ങൾ നോക്കുന്നു, ആരാ അല്ലാഹ്? ഈ മോശമായ മനുഷ്യരാരാ? എല്ലാവരും പരസ്പരം നോക്കുകയാണ്. ഒരാള് പോലും എഴുന്നേക്കുന്നില്ല, ഒരാള് പോലും എഴുന്നേക്കുന്നില്ല. ആ സമയത്താണ് 40 കൊല്ലമായിട്ട് അല്ലാഹുവിനെ മറന്നു നടക്കുന്നവനും അവിടെ ഇരിപ്പുണ്ട്. അവന് ചിന്തിച്ചു, റബ്ബേ ഇത് എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, ഇത് എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്. ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ലെങ്കിൽ മഴ പെയ്യില്ലല്ലോ അല്ലാഹ്. ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ നാണം കെടുമല്ലോ അല്ലാഹ്, ജനങ്ങൾ അറിയുമല്ലോ അല്ലാഹ്. ഈ മനുഷ്യനവിടെ ഇരുന്ന് കൊണ്ട് ചിന്തിക്കുന്നു, റബ്ബേ ഞാൻ അത്രയും വലിയ മോശക്കാരനാണോ? ഈ മനുഷ്യനവിടെ നിന്ന് പശ്ചാത്തപിക്കുകയാണ്. അതാ തന്റെ മുഖമങ്ങ് താഴ്ത്തി വെക്കുകയാണ്. തന്റെ കാലിന്റെ മുട്ടിലേക്ക് ഇങ്ങനെ മുഖം താഴ്ത്തി വെച്ചിട്ട് ഈ മനുഷ്യൻ അല്ലാഹുവോട് പറഞ്ഞു, അല്ലാഹ് ഇന്ന് വരെ ചെയ്തത് മുഴുവനും പാപമാണല്ലോ, ഇന്ന് വരെ ചെയ്തത് മുഴുവനും തെറ്റാണ് റബ്ബേ. ഞാൻ അംഗീകരിക്കുന്നു റബ്ബേ, ഞാൻ അംഗീകരിക്കുന്നു റബ്ബേ. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല അല്ലാഹ്. അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല റബ്ബേ, ഇനി ഒരിക്കലും ഞാൻ ഇതുപോലെ ചെയ്യില്ല റബ്ബേ. എന്റെ പാപം നീ പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവിനോട് ആ ചെറുപ്പക്കാർ തന്റെ അടുത്തിരിക്കുന്ന മനുഷ്യൻ പോലും കേട്ടില്ല, അടുത്തിരുന്നവര് പോലും കേട്ടില്ല, നിലവിളിച്ചില്ല. അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, നാഥാ എനിക്ക് പുറത്തു തരണേ അല്ലാഹ്, ഇനി ഒരിക്കലും ചെയ്യില്ല റബ്ബേ. അല്ലാഹ്
നീ ഇവർക്ക് മഴ കൊടുക്കണേ അല്ലാ. ആ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് പറയുകയാണ്, റബ്ബേ നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ. ആ മനുഷ്യൻ അവിടെ നിന്ന് ദുആ ചെയ്ത് കഴിയുമ്പോ ആകാശത്ത് കാർമേഘങ്ങൾ കടന്നു വരികയാണ്. മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി. ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് ഓടുകയാണ്. ജനങ്ങൾ മുഴുവനും സന്തോഷത്തോടെ ഓടുമ്പോ മുസാബി അവിടെ നിന്ന് ചിന്തിക്കുന്നു, നാഥാ അല്ലാഹുവേ, ഒരു മനുഷ്യനും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ലല്ലോ. പിന്നെ എങ്ങനെയാ മഴ പെയ്തത്? പിന്നെ എങ്ങനെയാണ് മഴ പെയ്തത്? മൂസാ നബിയേ, ആ 40 കൊല്ലം പാപം ചെയ്ത മനുഷ്യനുണ്ടല്ലോ, അവൻ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയതിന്റെ സന്തോഷത്തിൽ അല്ലാഹു മഴ തന്നതാണ് നബിയേ എന്ന് ചരിത്രം അവിടെ പറഞ്ഞു തരുമ്പോ ഇതുപോലെയാണ് പറയേണ്ടത്, ഇതുപോലെയാണ് പറയേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ദുആ ചെയ്യുന്നതിൽ മടികാണിക്കല്ലോ, ദുആ ചെയ്യുന്നതിൽ പിശുക്ക് കാണിക്കല്ലോ. എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്തോ. അതാ ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ചെയ്തു പോയ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അവന് വേണ്ടി പടച്ചറപ്പിന്റെ അർശിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ലക്ഷക്കണക്കിന് മലക്കുകളുണ്ടല്ലോ. അവനും അവന്റെ കുടുംബത്തിനും സ്വർഗം കിട്ടാ അല്ലാഹുവിനോട് ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ അവിടെ പറഞ്ഞു തരികയാ. രണ്ടാമത്തെ വിഭാഗമാരാ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുകയാ. രണ്ടാമത്തെ വിഭാഗമാരാ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുകയാണ്, പള്ളിയിൽ നമസ്കരിക്കാൻ പോകുമല്ലോ, കൂട്ടായി പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നമസ്കരിക്കാ പള്ളിയിലേക്ക് കടന്നു ചെല്ലുമല്ലോ, ഹബീബിന്റെ പുറകിൽ പോയി നിൽക്കുമല്ലോ. പടച്ചവനെ ഉസ്താദ് പടന്ന ഫാത്തിഹ ബോധുമല്ലോ. അതാ ഫാത്തിഹ ബോധിയിട്ട് വലല്ലാലീൻ എന്ന് ഇമാം ഓതിയിട്ട് ആമീൻ പറയുമല്ലോ. ആ സമയത്ത് നീ ആമീൻ പറയണേ, ആ സമയത്ത് നീ ആമീൻ പറയണേ. നീ ആമീൻ പറയുന്ന സമയത്ത് മലക്കുകളുടെ ആമീനുമായിട്ട് യോജിച്ച അല്ലാഹു നിന്റെ പാപം പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമു വലല്ലാലീൻ എന്ന് പറയുമ്പോ ആമീൻ പറയുമല്ലോ. ആ ഇമാമിന്റെ ആമീൻ പറയുമ്പോ നിങ്ങളും കൂടെ പറഞ്ഞുകൊള്ളണം. മലക്കുകളുടെ ദുആ നിങ്ങൾക്ക് കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. ഇമാമു വലല്ലാലീൻ എന്ന് പറയുമ്പോ തന്നെ നീ ആമീൻ പറയും, ഇമാം ആമീൻ പറയുന്നതിന് മുമ്പേ. നമ്മളെങ്ങനെ ഇമാം ആമീൻ പറയണ്ട. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, ഉസ്താദ് സമിയല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് റുക്കൂയിലെ സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പ് ചില ആൾക്കാർ താഴെ പോയി കിടക്കുക സുജൂദും ചെയ്തിട്ട്. ഇതാ നമ്മുടെ നിസ്കാരം. നമ്മളങ്ങനെ ഇമാമിന് മുമ്പേ ഓടുന്നവരാ. നാളെ പരലോകത്ത് വരുമ്പോ പന്നിയുടെ കോലമായിരിക്കും നിനക്ക്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു ഫഇന്നഹു മൻ വാഫഖ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇമാമ ആമീൻ എന്ന് ചൊല്ലിയാൽ നിങ്ങളും ആമീൻ ചൊല്ലുവിൻ. ഒരാളുടെ ആമീൻ ചൊല്ലൽ മലക്കുകളുടെ ആമീൻ ചൊല്ലലുമായിട്ട് ഒത്തുവന്നാൽ അവൻ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കും എന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ഹദീസുകൾ കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, വലല്ലാലീൻ ആമീൻ എന്ന് നീ ആമീൻ പറയുന്ന സമയം മലക്കുകളും കേൾക്കുന്നുണ്ടല്ലോ, അള്ളാന്റെ മലക്കുകളും ആമീൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ നിന്റെ ആമീനും മലക്കുകളുടെ ആമീനും തമ്മിൽ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. നിന്റെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പൊറുക്കും. അള്ളാഹു നമുക്ക് ആ പാപങ്ങൾ പൊറുക്കുന്ന വിഭാഗത്തിൽ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ടാണ് പറഞ്ഞത്,
ജമാഅത്തിൽ പോയി പങ്കെടുക്കണം. അതെങ്ങനെ ഉസ്താദ് അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോൾ ഓടുന്ന നിനക്കതെങ്ങനെ മനസ്സിലാകാനാ? ഉസ്താദ് അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോഴാ ചാടിക്കേറി പോകുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നിസ്കാരത്തിന്റെ നിങ്ങൾ ചിന്തിക്കേണ്ടതാ. ഉസ്താദ് അത് നിസ്കരിക്കുന്ന സമയം ഇമാമിന്റെ കൂടെ പോയി നിന്ന് ക്ഷമയോടുകൂടി നിസ്കരിക്കാൻ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല. നമുക്കൊക്കെ ധൃതിയാണല്ലോ, നമുക്കൊക്കെ ധൃതിയാ. ഉസ്താദന്മാര്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾക്ക് അതിന് പോലും അലംഭാവം കാണിക്കുന്നവരാ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ പോലും നമ്മൾ അലംഭാവം കാണിക്കുന്നവരാ. ഒരു 5 മിനിറ്റ് അള്ളാഹുവിനെ മാറ്റിവെക്കാൻ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല. ജമാഅത്തായി നിസ്കരിക്കണം എത്ര പേരാ ഉള്ളത്? അതിനൊന്നും നമുക്ക് സമയമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, അള്ളാഹുവേ ഇമാം ഫാത്തിഹ ഓതിയിട്ട് ആമീൻ പറയുമ്പോ നിങ്ങളും ആമീൻ പറയണേ. നിന്റെ ആമീനുമായിട്ട് അള്ളാഹുവിന്റെ മലക്കുകളുടെ ആമീൻ യോജിച്ച അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലമുണ്ടല്ലോ. നിന്റെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു തരികയാ. നിന്റെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു തരികയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മലക്കുകളുടെ ദുആ കിട്ടുന്ന രണ്ടാമത്തെ വിഭാഗമാരാ. പടച്ചവനെ, ഇമാമു ആമീൻ പറയുമ്പോ കൂടെ പറയുന്നവരാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ വിഭാഗമാരാ അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമ്മു ദർദാ റളിയല്ലാഹു തആല അൻഹു അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ ദാലി അഖീ. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ മനുഷ്യനാരാ പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, തന്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്യുന്നവന്, തന്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്യുന്നവന് എപ്പോഴെന്നറിയുവോ? നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നവരാ. ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനെയും ഇവിടെ ഇരുത്തിയിട്ട് പേര് പറഞ്ഞിട്ട് ദുആ ചെയ്യാൻ നമുക്ക് കഴിയുമല്ലോ. നമ്മളൊക്കെ ദുആ ചെയ്യുമല്ലോ. എത്രയോ പേര് പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് അവരെന്റെ മുന്നിൽ ഇരിക്കുമ്പോ ഞാൻ ദുആ ചെയ്യുമല്ലോ. ആ ദുആയിക്കല്ല, എങ്ങനെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ നിന്റെ കൂട്ടുകാരനുണ്ടല്ലോ, അവൻ നിന്റെ കൂടെ ഇല്ലാത്ത സമയത്ത് നീ അവന് വേണ്ടി ദുആ ചെയ്താ, നിന്റെ കൂട്ടുകാരി നിന്റെ കൂടെയില്ല, നിന്റെ സഹോദരി നിന്റെ കൂടെയില്ല, നീ ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്യുകയാണ്. ആ സമയത്ത് നീ അല്ലാഹുവോട് പറയണം, അല്ലാഹ് എന്റെ കൂട്ടുകാരിക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. നിങ്ങൾ ആരെങ്കിലും ദുആ ചെയ്താൽ, കൂട്ടുകാരനില്ലാത്ത സമയത്ത്, കുടുംബക്കാരനില്ലാത്ത സമയത്ത്, സഹോദരനില്ലാത്ത സമയത്ത് അവന് വേണ്ടി നീ ദുആ ചെയ്താ, അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആരാപ്പ ദുആ ചെയ്യാ? എടാ, നിന്റെ കൂട്ടുകാരൻ, നിന്റെ കൂടെ പറപ്പ് നിന്റെ കൂടെ ഉള്ളപ്പോ ദുആ ചെയ്യും. കാരണം ഓൻ കേട്ടോണ്ടിരിക്കല്ലേ. ഇല്ലാത്തപ്പോ ദുആ ചെയ്യണം. എടാ, അയൽവാസിക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ പടച്ചവനെ, എന്റെ അയൽവാസിക്ക് നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ആരാ ചെയ്യാ? എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ നിനക്ക് കിട്ടും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരെങ്കിലും ചെയ്യൂ? പടച്ചവനെ, ഓനൊന്ന് എത്തിങ്ങാനിലാകണേ അല്ലാഹ്. ഇതാ നമ്മൾ ആഗ്രഹിക്കുക. എടാ, നമ്മൾ മറ്റുള്ളവന് വേണ്ടി ദുആ ചെയ്യുന്ന എത്ര പേരാവുള്ളേ? ഇരിക്കണ ഏത് പെണ്ണാ തന്റെ അയൽവാസിക്ക് വേണ്ടി ദുആ ചെയ്യണേ? എടാ, സ്വന്തം കൂടപ്പറപ്പിന് ചെയ്യണില്ലല്ലോ, കൂടോത്രമല്ലേ ചെയ്യണേ, ദുആ അല്ല ചെയ്യണേ. സ്വന്തം കൂടപ്പറപ്പിന് വേണ്ടി. ഞാനിപ്പോ ഈ വയലിന് വരുന്ന കഴിഞ്ഞ ആഴ്ച ഞാൻ മുത്തുപ്പേട്ടയിൽ പോയി. മഹാനായ ദാവൂദ് അൽ ഹക്കീം വലിയുല്ലാഹി മുത്തുപ്പേട്ട, അള്ളാഹു മഹാനവറുകളുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവിടെ നിന്ന് ഏറുവാടി പോയി. ഞാൻ ഏറുവാടിയിൽ പോയപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് പറഞ്ഞു എന്തെന്നറിയോ? കരഞ്ഞുപോയി. പലരും വന്നിട്ട്, ഉസ്താദെ നിങ്ങൾ വയലു പറയുമ്പോ സിഹിറിനെ കുറിച്ചൊന്ന് പറയണം ഉസ്താദ്. ഈ ചെയ്യുന്നവർക്ക് 101 രൂപയും ഒരു വെറ്റിലയും മതി, അല്ലെങ്കിൽ ഒരു മുട്ട മതി. മുട്ടയാണല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ. ഇല്ല, അള്ളാഹു കാക്കമാറാകട്ടെ. നിങ്ങൾ എന്തിങ്ങനെ എന്റെ മുഖത്ത് നോക്കിയിരിക്കണേ?
മുട്ടയില്ലേ? അല്ലാഹു അഅലം. ഇടൻ ഇത് മതി നിനക്ക്, നിസാരമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു ഉസ്താദിന്റെ മകളെ കണ്ടു. 10ാം ക്ലാസ് +2 1ാം റാങ്ക് വാങ്ങിച്ചു. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് ഉള്ള ആളാ ചെയ്തത്. അവിടെ ഇങ്ങനെ ഓടി നടക്ക. നരം ശരീരത്ത് മുറിക്കുന്നവർ എന്തൊരവസ്ഥയെന്നറിയോ സഹോദരങ്ങളെ? ഒരിക്കലും സിഹർ ചെയ്യല്ലോ പെങ്ങളെ, ഒരിക്കലും ഒരാൾക്കും നീ സിഹർ ചെയ്യരുത്. സിഹർ വൻപാപവാ, സിഹർ ചെയ്യുന്നത് വൻപാപവാ. ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഒന്ന് പോകണം ഏർവാടിയിൽ. അവിടെ പോയി നിന്ന് നീ കാണണം പെങ്ങളെ, എത്ര ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ. എത്രയോ. എനിക്ക് ഏറ്റവും വിഷമം, കാസർഗോഡുള്ള എനിക്കറിയുന്ന ഒരു മനുഷ്യൻ 2 നിലയുള്ള കൊട്ടാരം പണിതിട്ടിട്ടുണ്ട്. പക്ഷേ കുടുംബസമേതം അവരുടെ ചെറിയ റൂമിനകത്ത്, ഒരു ബാത്റൂം പോലും നേരെയില്ലാത്ത റൂമിനകത്ത് മാസങ്ങളായിട്ട് കിടക്കുകയാണ്. എങ്ങനെ കഴിയുന്ന നമുക്കിത് ചെയ്യാൻ? സ്വന്തം കൂടപ്പറപ്പ് നന്നാകുന്നത് നമുക്കിഷ്ടമല്ല. അസൂയ, കുശുമ്പ് എന്തിനാ സഹോദര? നമ്മൾ എന്തിനാ മറ്റൊരുത്തൻ നശിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നത് എന്തിനാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും അസൂയ വെക്കരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും ആരോടും അസൂയ വേണ്ട. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? എനിക്കുള്ളത് എനിക്ക്, നിനക്കുള്ളത് നിനക്ക്. നമ്മളങ്ങനല്ലല്ലോ. ഓനൊന്ന് എത്തിയും കാരണം അങ്ങനെ നമ്മൾ ചിന്തിക്കാം. ഓനൊന്ന് നശിച്ചു കാരണം, എല്ലാം നഷ്ടപ്പെട്ട് കാണണം, ഇതിനു വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നേ? എവിടെ കൊണ്ട് കഴുകും പെങ്ങളെ ഈ പാവം? പെണ്ണുങ്ങളാ കൂടുതലും, ആണുങ്ങളെക്കാരില്ലേ ഈ പണിക്കൊക്കെ? അവിടെ ഇവിടെയും പോയിട്ട് ചെയ്യുന്നത് ആണുങ്ങളെക്കാരും കൂടുതൽ. നീയൊക്കെ രക്ഷപ്പെടുവോ സഹോദരി? എത്രയോ പേര്. ഞാനൊരു മനുഷ്യനെ കണ്ടു, അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നിട്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ അദ്ദേഹത്തെ ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ, എൻ്റെ വാപ്പ മരിച്ചു ഇവിടെ വെച്ച്, എൻ്റെ ഉമ്മ മരിച്ചു, എൻ്റെ മകനും മരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ പറഞ്ഞു ഞാനും എൻ്റെ ഭാര്യയെ ഉള്ളെന്ന്. ഇപ്പൊ പോയപ്പോൾ പറഞ്ഞു ഭാര്യയും മരിച്ചു, ഇനി ഞാൻ മാത്രം. എത്രയോ പേര് സഹോദരങ്ങളെ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വല്ലാഹി നിങ്ങൾ രക്ഷപ്പെടൂല. മറ്റൊരാൾ നശിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള മന്ത്രവാദങ്ങൾ ചെയ്ത് തകർക്കാൻ നോക്കുന്നവർ, നിങ്ങളുടെ ജീവിതവാ തകർക്കണേ. നിങ്ങളുടെ അല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരുത്തൻ നശിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുമ്പോൾ, അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച ഒരു ഹാഫിളായ പയ്യനെ ഞാൻ കണ്ടു. ഹാഫിളായ, അവന്റെ നാക്ക് മുറിഞ്ഞു, കൈയൊക്കെ കാണിച്ചു തന്നു, കൈയൊക്കെ മുറിച്ചു വെച്ചിരിക്കുക. ഞാൻ ചോദിച്ചു, അവൻ ഖുർആൻ പഠിച്ചവനാ. അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദ്, ഏറ്റവും വലിയ വേദന എന്തെന്നറിയോ? ഇതിനെക്കാളും വലിയ വേദന എന്തെന്നറിയോ? ഇത് ചെയ്തതാരാണെന്ന് അറിയുമ്പോഴാ ഉസ്താദ് നെഞ്ചു പൊട്ടിപ്പോകണേ. നമ്മുടെ സ്വന്തം ഉമ്മയുടെ സഹോദരി, വാപ്പയുടെ സഹോദരി, സ്വന്തം കൂടപ്പറപ്പ്, ഉമ്മയുടെ ഇങ്ങനെയുള്ളവർ ചെയ്തതായി എന്ന് അറിയുന്ന സമയത്തുണ്ടാകുന്ന വേദന. അവസാനം ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ, 8 മാസമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഖുർആൻ മറന്നു തുടങ്ങി, ദുആ ചെയ്യണേ, അള്ളാഹു അവന് ഓർമ്മശക്തി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അസൂയ വല്ലാതെ കൂടുകയാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എനിക്ക് എഴുതി വെച്ചിരിക്കുന്ന പൈസ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുമോ? നിങ്ങൾ പറ, കിട്ടുവോ? ഉറക്കെ പറ, കിട്ടുവോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹു എഴുതി വെച്ചിരിക്കുന്ന എനിക്ക് കിട്ടുവോ? കിട്ടൂല. പിന്നെന്തിനാ? എനിക്ക് അള്ളാഹു പത്തനാപുരത്ത് കിടക്കുന്ന എനിക്ക് അള്ളാഹു ഇന്ന് ഇവിടെ ഒരു വീട്ടിൽ റിസ്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ റിസ്ക് തിന്നാൻ ഞാൻ ഇവിടെ വന്നില്ലേ? ഈ ലോകത്ത് എവിടെയൊക്കെ അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ടോ, ഞാൻ അത് അവിടെ പോയി തിന്നുക തന്നെ ചെയ്യും. എന്റെ പേരെഴുതിയ ചോറ് നിങ്ങൾ ആരെങ്കിലും തിന്നുവോ? ഇല്ല. അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു തീരുമാനിച്ചത് മാത്രമേ നിനക്ക് വരത്തുള്ളൂ. നീ എന്തിനാ അസൂയ വെക്കുന്നേ? ഇവിടെ ബോട്ടിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്നവരുണ്ടല്ലോ സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിക്ക്. നിങ്ങളോട് ഞാൻ എന്താ പറയുക? ഞാനിപ്പോ ജീലാനിയിലൊക്കെ ഇടയ്ക്കൊക്കെ പോകും, നജാത്തിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. ഞാൻ ചിന്തിക്കുന്നത്, പടച്ചവനെ, ഒരു ബോട്ടുകാരൻ പോകുമ്പോ അവന് മീനില്ല, തൊട്ടു പുറകിൽ വരുന്നവൻ അവിടെ വലയിട്ട് മീൻ പിടിക്കുന്നു. അതാ മനസ്സിലാക്കണ്ടേ? ഇവര് മെഷീനും വെച്ചുകൊണ്ട് നടക്കുക, ചോദിക്കുമ്പോ പറയും മീനില്ല, മീനില്ല, മീനില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാ സഹോദര. അസൂയ ഒരിക്കലും വെക്കരുത്. നിങ്ങൾ ചിന്തിക്കുമല്ലോ. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാ? ഒരു ഉദാഹരണ സഹിതം ഞാൻ പറയാം. ചില ആൾക്കാർ ബക്കറ്റ് പിരിവിന് സമയമായെന്നാണ് എഴുതി തന്നത്. ഞാൻ ആദ്യമേ ജാമ്യം എടുത്ത, ഒന്നി ആദ്യം അല്ലെങ്കിൽ അവസാനം. ഉസ്താദ് എന്തിനാ വാ, നിങ്ങൾ വരി, ഇവിടെ കയറി ഒന്ന് വാതിലേക്ക്. ഉസ്താദ്, നിങ്ങൾ എന്തിനാ പറയും? ഇങ്ങോട്ട് കയറിക്കോ, നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കുള്ളത് അവർക്ക്, അതാ കയറിക്കോ. ഇങ്ങോട്ട് നോക്ക്, നമ്മൾ ചില ആൾക്കാർ എന്ത് ചെയ്താലും രക്ഷപ്പെടും, ഇല്ലേ? ചില ആൾക്കാർ എന്ത് ചെയ്താലും രക്ഷപ്പെടും. അവൻ എന്ത് ചെയ്താലും അവന് വിജയിക്കാറുണ്ട്. നമ്മൾ ചോദിക്കും, ഉസ്താദെ, അവനും മീൻ പിടിക്കുന്നു, ഞാനും മീൻ പിടിക്കുന്നു, ഓൻ വീടും വെച്ചു രാജാവായി, ഞാനിപ്പോഴും പാവപ്പെട്ടവനാണ്.
അവൻ ചെയ്യണ അതേ ജോലി തന്നെയല്ലേ ഞാനും ചെയ്യണേ. ഒരു ഉമ്മയുടെ കൂടപ്പുറപ്പ്, ഒരു ഉമ്മയുടെ വയറ്റിൽ കിടന്ന മക്കളല്ലേ ഞങ്ങൾ രണ്ടുപേരും. അവന് വീടായി, എനിക്കുന്നവരെ വീടായില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും അസൂയ വെക്കരുത്. അസൂയ വെക്കാൽ, ആരെങ്കിലും അസൂയ വെച്ചാൽ അതിന്റെ അർത്ഥം എന്തെന്നറിയോ? അല്ലാഹ് നീ അവന് മാത്രം കൊടുത്തു, എനിക്ക് തന്നില്ല, നീ കാണിച്ചത് നീതിയല്ല എന്നതിനർത്ഥം. അല്ലാഹുവേ, നീ അവന് മാത്രം കൊടുത്തു, എനിക്ക് തന്നില്ല, ഇത് നീതിയല്ല എന്ന അതിനർത്ഥം. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറയാം, മറ്റാരോടെങ്കിലും നിങ്ങൾ അസൂയ വെച്ചാൽ അള്ളാഹു നിനക്ക് 8ന്റെ പണി തരും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഉദാഹരണം, ഇവിടെ ഏറ്റവും കൂടുതൽ പേര് മീൻ പിടിക്കാൻ പോകുന്നവരല്ലേ? ഇവിടെ ഏതെങ്കിലും ഒരു ബോട്ടുകാരൻ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. അവന് മീൻ കിട്ടാറുണ്ട്, നിന്റെ ബോട്ടിൽ മീനില്ല. അപ്പൊ നീ പറയും, പടച്ചവനെ ഓന് മാത്രം എന്നും മീൻ, എന്തുവാ ഇവൻ എന്താ പരിപാടി? അവനോട് അസൂയ വെച്ചുകൊണ്ടിരിക്കും. നീ അവന് അസൂയ വെച്ചുകൊണ്ടിരിക്കും. നീ അല്ലാതെ അല്ലാഹ് എനിക്ക് താന്നല്ലേ ചോദിക്കണേ. പടച്ചവന് കൊടുത്തല്ലോ, അല്ലാഹ് കൊടുക്കട്ടെ. അവൻ എഴുതി എനിക്കൂടെ താന്നല്ലേ പറയണേ. പടച്ചവനെ എന്താ അല്ലാഹ് ഇവന് മാത്രം, ഇവൻ എന്തോ പരിപാടി ഉണ്ടടാ പടച്ചവനെ. എപ്പോഴും നിനക്ക് അവനോട് അസൂയ. അവൻ എന്ത് ചെയ്യും? രണ്ടാമതൊരു ബോട്ട് കൂടെ നിന്റെ മുന്നിൽ വെച്ച് തന്നെ എടുക്കും. അവൻ എന്ത് ചെയ്യും? ആകെ ഒരു ബോട്ടേ ഉണ്ടായിരുന്നുള്ളൂ, രണ്ടാമതൊരെണ്ണം കൂടെ അവൻ എടുക്കും. നിന്റെ ഉള്ള ബോട്ടും എത്തിങ്ങാനയിലാകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാ പണി. നിന്റെ കണ്ണിന്റെ മുന്നിൽ അള്ളാഹു അവനെ വളർത്തും. നിന്റെ കണ്ണിന്റെ മുന്നിൽ തന്നെ ആ മനുഷ്യൻ അള്ളാഹു വളർത്തുകയാണ്. അള്ളാഹു നിന്നെ തരം താറ്റുകയാണ്. കൂടെ നഷ്ടപ്പെടുത്തി കളയുന്നതെന്തിനാ? അതുകൊണ്ട് പെങ്ങളെ, ലോകത്തൊരാളോടും നിനക്ക് അസൂയയില്ല, വിദ്വേഷമില്ല. ഒരാളെ കുറിച്ചും നിനക്ക് ഒരു വേദനയുമില്ല. എല്ലാവരും നന്നാകണമെന്ന് ആഗ്രഹിക്കൂ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരുന്ന് സ്വഹാബത്തിനോട് പ്രസംഗിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹി ചോദിച്ചു, സ്വഹാബ, സ്വർഗ്ഗത്തിന്റെ അവകാശിയെ കാണണോ? സ്വർഗ്ഗത്തിന്റെ അവകാശിയെ കാണണോ? അല്ലാഹുവിന്റെ റസൂലാണ് ചോദിക്കുന്നത്. സഹാബികൾ മുഴുവനും പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ? ആരാണ് നബിയേ? അബൂബക്കർ തങ്ങളുണ്ട്, ഉമർ തങ്ങളുണ്ട്, ഉസ്മാൻ തങ്ങളുണ്ട്, അലി തങ്ങളുണ്ട്, അബൂ ഹുറൈറയുണ്ട്. സഹാബികൾ വിചാരിച്ചു, ഞാനാ. എല്ലാവരും ആകാംക്ഷയോടുകൂടി മുത്തുനബിയുടെ മുഖത്ത് നോക്കിയിരിക്കുമ്പോ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബ, പള്ളിയുടെ വാതിലിലേക്ക് നോക്ക്, പള്ളിയുടെ വാതിലിലേക്ക് നോക്ക്. ആദ്യമായിട്ട് ആരാണോ ഇനി കയറി വരുന്നത്, ആ മനുഷ്യന് സ്വർഗ്ഗത്തിന്റെ അവകാശിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പെട്ടെന്ന് പറയുമ്പോ സാടത്തിൽ നോക്കിയിരിക്കുകയാണ്. ആരാ പടച്ചവരെ? ആ ഭാഗ്യവാൻ ആരാ? എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ ഒരു പാവപ്പെട്ടവനായ വൃദ്ധനായ മനുഷ്യനുണ്ടല്ലോ, ഒന്നുമെടുത്തിട്ട് കയറി വരികയാ. ഒരു കയ്യിലെ ചെരുപ്പ് പിടിച്ചിട്ടുണ്ട്, ഒരു കയ്യിലെ ചെരുപ്പ് പിടിച്ചിട്ടുണ്ട്. ഒരു പാവപ്പെട്ടവനായ വൃദ്ധനായ മനുഷ്യന് കയറി വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, സ്വർഗ്ഗത്തിന്റെ അവകാശിയെ കാണണോ? പള്ളിയുടെ വാതിലിൽ നോക്ക്. എല്ലാവരും നോക്കിയിരുന്നു. അന്നും അതേ മനുഷ്യൻ തന്നെയാണ് കയറി വന്നത്. മൂന്നാമത്തെ ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, കാണണോ സഹാബ? അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശിയെ കാണണോ? പള്ളിയുടെ വാതിലിലേക്ക് നോക്ക്. മനുഷ്യൻ എന്ത് നന്മയാണ് ചെയ്യുന്നതെന്നറിയാറ്, എന്ത് നന്മയാണ് സ്വയം കിട്ടാറ്, പ്രത്യേകമായിട്ട് വല്ലതും ചെയ്യുന്നോ എന്നറിയണമല്ലോ. കൂടെ ചെല്ലുകയാണ്. പടച്ചവനെ ചെന്നയുടനെ ആ മനുഷ്യൻ ഭക്ഷണം കഴിച്ചു, കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചു, പള്ളിയിലേക്ക് കടന്നു വന്നു. സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മമല്ലാതെ പ്രത്യേകമായിട്ടൊന്നും ചെയ്യാറില്ല. പടച്ചവരെ, അവസാനം കൂടെ ചെന്ന മനുഷ്യൻ ചോദിക്കുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വർഗ്ഗ
സ്വർഗത്തിന്റെ അവകാശി എന്ന് പറഞ്ഞ മനുഷ്യൻ നിങ്ങളോ? നിങ്ങൾ എന്ത് നന്മയാ ചെയ്യുന്നത്? നിങ്ങൾ എന്ത് നന്മയാ ചെയ്യുന്നത്? ആ സമയത്താണ് ആ മനുഷ്യൻ പറഞ്ഞത്, ഞാൻ നിങ്ങളൊക്കെ ചെയ്യുന്നതല്ലാതെ വേറൊന്നും ചെയ്യാറില്ല. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടാനുള്ള കാരണം എന്തെന്നറിയോ? ഈ ദുനിയാവിൽ ആരോടും എനിക്ക് വെറുപ്പില്ല, ഒരാളോടും എനിക്ക് അസൂയയില്ല, ഒരാളോടും എനിക്ക് ദേഷ്യമില്ല. എല്ലാവരും നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവരാ. പടച്ചറപ്പേ, ഈ ഗുണത്തിന് പകരമായിരിക്കും എനിക്ക് അല്ലാഹു സ്വർഗം തരുന്നതെന്ന മനുഷ്യരപടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ ദുആ ചെയ്യണേ, നിങ്ങൾ ദുആ ചെയ്യണേ. നിങ്ങളിപ്പോ ദുആ ചെയ്താലും നിന്റെ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കഴിഞ്ഞിട്ട് നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, അല്ലാഹുവോട് എന്ത് വേണമെങ്കിലും ചോദിച്ചോ. ചോദിച്ചു കഴിഞ്ഞിട്ട് അവസാനം നീ അല്ലാഹുവോട് പറയണം, പടച്ചവനെ എന്റെ കൂടപ്പറപ്പുകൾക്ക്, എന്റെ കുടുംബക്കാർക്ക്, എന്റെ അയൽവാസികൾക്ക്, എന്റെ നാട്ടുകാർക്ക്, എന്നോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർക്ക് നീ നല്ലത് വരുത്തണേ അല്ലാഹ്. അവിടുന്ന് ദുആ ചെയ്യണേ. നിന്റെ കൂട്ടുകാരനില്ലാത്ത സമയത്ത് അവന് വേണ്ടി ദുആ ചെയ്യൂ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങൾക്കൊരു ദുആ ചെയ്യാൻ കഴിയൂ, ഞാൻ നിങ്ങൾക്കൊരു ദുആ പറഞ്ഞു തരാം, ഞാൻ നിങ്ങൾക്കൊരു ദുആ പറഞ്ഞു തരാം. ഈ ദുആ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ ദുആ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്ത് 140 കോടി മുസ്ലിമീങ്ങളുണ്ട്. പുതിയ കണക്കനുസരിച്ച് 160ഓളം കോടി മുസ്ലിമീങ്ങൾ ഈ ലോകത്തുണ്ട്. ഞാൻ പറയുന്ന ഒരു ദുആ ചെയ്താ, ഞാൻ പറയുന്ന ഒരു ദുആ ചെയ്താ 160 കോടി നന്മ അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്ത് 140 160 കോടി മുസ്ലിമീങ്ങളുണ്ട്. ഞാൻ പറയുന്ന ഒരു ദുആ നിങ്ങൾ ചെയ്താൽ 160 കോടി നന്മ അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറയുന്ന ഒരു ദുആ ചെയ്യുവോ? ചെയ്യുവോ? കൈവക്ക്. നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്ക്. പുറകിരിക്കണവരൊക്കെ പൊക്കിക്കോ. 160 കോടി നന്മ, അല്ലെങ്കിൽ 140 കോടി നന്മ ഇപ്പൊ നിനക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ പേരിൽ എഴുതും. ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞാൽ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യുവോ? ഒന്നുകൂടെ കൈ പൊക്കിക്കേ. ആ പൊക്കിയ കൈ പോക്കറ്റിയിട്. ആദ്യം പൊക്കിയ കൈ പോക്കറ്റിയിട്. എന്താ ഇപ്പൊ ബക്കറ്റ് എടുത്തു? ബക്കറ്റ് എടുക്ക്. അതല്ല, പേടിക്കേണ്ടതല്ല. നിങ്ങൾ പോക്കറ്റിലെടുത്ത് പൈസ എടുക്ക്. അൽഹംദുലില്ലാഹ്, അസ്സദഖത്തു റദ്ദുൽ ബലായ. വിപത്തിനെ തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചില അടിമകളുണ്ട്, അവര് രോഗം വന്നാൽ സദഖ കൊണ്ട് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവർക്ക് രോഗം വന്നാൽ അവര് രോഗത്തിനെ ചികിത്സിക്കുന്നത് സദഖ കൊണ്ടാണ്. ചെറുപ്പക്കാരെ, ക്യാൻസർ വന്നതിന് ശേഷം പള്ളിയിലെ ഹത്തീബിന്റെ അടുക്കൽ 501 രൂപ കൊണ്ട് കൊടുക്കുന്നതിനേക്കാളും നല്ലത് അത് വരുന്നതിന് മുമ്പേ തടയലല്ലേ? അത് വരുന്നതിന് മുമ്പേ തടയലല്ലേ? അതുകൊണ്ട് എല്ലാവരും പോക്കറ്റിൽ കൈയിട്ട് നോക്ക്. പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇട്ടതിന്റെ പ്രതിഫലം അല്ലാഹു നിനക്ക് തരും. ആ പോക്കറ്റിന്റെ അകത്ത് കൈയിട്ടതിന്റെ പ്രതിഫലം എല്ലാവരും മനസ്സുകൊണ്ടറിഞ്ഞുകൊണ്ടൊരു സദഖ എടുത്തോ. ഒരുപാട് പാപങ്ങൾക്ക് വേണ്ടിയാ, രോഗികൾക്ക് വേണ്ടിയാ, യതീമീങ്ങൾക്ക് വേണ്ടിയാ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് പടച്ചവനെ, SKSSFന്റെ പ്രവർത്തകരെ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. പ്രിയപ്പെട്ടവരെ, ഒരാള് പോലും കൈയടിയല്ലേ. ഒന്ന് നിക്ക് വരട്ടെ. അവിടെ നിക്കറോ? ഞാൻ പറയണ ഇവിടെ കേക്ക്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ കുട്ടികൾ നിങ്ങളുടെ മുന്നിൽ വരുമ്പോ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കും. രാവിലെ വന്നതാ, പ്രഭാതത്തിൽ വന്നതാ. ഈ മലക്ക് നിങ്ങളുടെ തലയുടെ മുകളിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഈ ബക്കറ്റിന്റെ അകത്തേക്ക് അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുത്തിടുമ്പോ ആ മലക്ക് ദുആ ചെയ്യും, അല്ലാഹുവേ
നീ കൊടുത്തതിൽ നിന്ന് ഒരൽപ്പം ഇവൻ സദക്ക കൊടുത്തു, ഇവന് നീ ഖൈറും ബറക്കത്തും നൽകണേ എന്ന് മലക്ക് ദുആ ചെയ്യും. നേരെ മറിച്ച് പോക്കറ്റിന്റെ അകത്ത് വെച്ചിട്ട് നീ ഉറക്കം നടിച്ച, നീ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടം കളിച്ച, അപ്പോഴും മലക്ക് ദുആ ചെയ്യും, നീ കൊടുത്തത് ഇവൻ പിടിച്ചു വെച്ചു, ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാ, 8ന്റെ പണി കിട്ടും. അതുകൊണ്ട് എന്ത് വേണം? മലക്കിന്റെ ദുആ വേണോ അതോ ശാപം വേണോ? ഇനി പോടാ ചങ്ങായിമാരെ, പോടാ. നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് വീട് കെട്ടാനല്ല. അതുകൊണ്ട് സമാധാനത്തോടു കൂടി നിന്ന് പൈസ വാങ്ങും, ഓടരുത്. അൽഹംദുലില്ലാ. അപ്പൊ അങ്ങോട്ട് പൊക്കോ, വഅദ് തീരുന്നത് വരെ സമയമുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാനി യൻസിലാൻ ഫയഖൂലു അഹദുഹുമാ അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ തലയുടെ മുകളിൽ നിൽക്കുകയാണ്. നിങ്ങൾ അല്ലാഹു തന്നതിൽ നിന്ന് ഒരൽപ്പം നിങ്ങൾ ആരെങ്കിലും കൊടുത്താൽ അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നു, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ. അല്ലാഹുവേ, ഈ മനുഷ്യന് നീ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. മലക്കുകളുടെ ദുആ നേടൂ, മലക്കുകളുടെ ദുആ നേടൂ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ലോകത്ത് എത്ര മുസ്ലിമീങ്ങളുണ്ട്, അത് കേരളത്തിലെ മുസ്ലിമാണെങ്കിലും അമേരിക്കയിലെ മുസ്ലിമാണെങ്കിലും ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ കിടക്കുന്ന മുസ്ലിമാണെങ്കിലും ആ മുസ്ലിമിന്റെ തലകൾക്ക് അനുസരിച്ച് അല്ലാഹു നിനക്ക് നന്മ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ അതിന് ചെയ്യേണ്ട നന്മ എന്തെന്നറിയുമോ? എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുമല്ലോ, എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുമല്ലോ. ആ ദുആ ചെയ്യുന്ന സമയത്ത് നീ പറയണം, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദുആ നിങ്ങൾക്കറിയുമല്ലോ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുവേ, ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. നിനക്കാരോടും വിദ്വേഷമില്ല. ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അല്ലാഹുവേ, ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും നീ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. നീ കരുണ കാണിക്കണേ അല്ലാഹ്. നിനക്ക് അറബി അറിയില്ലെങ്കിൽ നീ ദുആ ചെയ്യുമ്പോ പറയണം, അല്ലാഹുവേ, ഈ ലോക മുസ്ലിമീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. നീ ദുആ ചെയ്താ ലോകത്ത് എത്ര മുസ്ലിമീങ്ങളുണ്ടോ അവരുടെ കണക്കുകൾക്കനുസരിച്ച് അല്ലാഹു നിനക്ക് നന്മ എഴുതുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ, നിങ്ങളെ ഒരാളോടും നിനക്ക് അസൂയ വേണ്ട, ഒരാളോടും നിനക്ക് വൈരാഗ്യം വേണ്ട, ഒരാളോടും നിനക്ക് വിദ്വേഷം വേണ്ട. നിനക്ക് എഴുതിയത് നിനക്ക് തന്നെ, അവൻ എഴുതിയത് അവന് തന്നെ. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിന്റെ കൂട്ടുകാരനില്ലാത്ത സമയത്ത് നീ അവന് വേണ്ടി ദുആ ചെയ്താ
അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ വിഭാഗം ഏതെന്നറിയുവോ? സദഖ കൊടുക്കുന്നവരാ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാ. പടച്ചവരെ, സദഖ കൊടുക്കുന്നവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ഇവിടുന്ന് കാത്തു നിൽക്കുകയാണ്. സദഖ കൊടുക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യാറ്. എന്റെ പ്രിയപ്പെട്ടവരെ, നാലാമത്തെ വിഭാഗമാരാ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുന്നവര്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുന്നവര്. എന്റെ പ്രിയപ്പെട്ടവരെ, മലക്കുകളുടെ ദുആ വേണോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മലക്കുകളുടെ ദുആ കിട്ടുന്ന നാലാമത്തെ വിഭാഗമാരെന്നറിയോ? അബ്ദുല്ലാഹ് ഇബ്നു ആമിർ ഇബ്നു റബിയ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അബ്ദിൻ യുസല്ലി അലയ്യ ഇല്ലാ സല്ലല്ലാഹു അലൈഹിൽ മലായിക. അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന, അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന മൂന്നാമത്തെ വിഭാഗമാരെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്നവരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ അവർക്ക് അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയണേ. നബിയുടെ പേരിൽ ആരെങ്കിലും സ്വലാത്ത് പറഞ്ഞാൽ അവൻ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടും. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വെള്ളിയാഴ്ച രാവ്, സ്വലാത്തുകൾ അധികമായിട്ട് പറയേണ്ട രാവ്. എല്ലാ ദിവസത്തെ പോലെയല്ല. ഇന്ന് സ്വലാത്ത് പറഞ്ഞാൽ ആ സ്വലാത്ത് മുത്തുനബിയുടെ റൗളയിൽ എത്തിക്കുന്ന മലക്കുകളുണ്ടെന്ന് നബിയിന റസൂലുള്ളാഹി. ഇന്ന് സ്വലാത്ത് പറയുന്നതിന് വലിയ മഹത്വമാണ്. അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ നമുക്ക് കിട്ടും. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. പറ മൂന്ന് സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا ربي صل عليه وسلم. 11 മണിയായി. കറക്റ്റ് 11 മണി 59. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പറയടോ, എന്ത് വേണം? കറക്റ്റ് എന്ത് വേണം? നിങ്ങൾ വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ മറുപടി പറ. എന്ത് വേണം? നിർത്തണോ പറയണോ? ഈ ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് നിർത്തിക്കുക. ഇത് ഇൻഷാ അല്ലാഹ് ഇരിക്കുവോ? പറയണമെന്ന് ആഗ്രഹമുള്ളവർക്കൊന്ന് കൈപൊക്കിക്ക്. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം കേട്ടാ. ആ വളയും മോതിരൊക്കെ കിടക്കുന്നുണ്ട് കേട്ടാ. എന്ന് തന്നേക്കണേ. ഇൻഷാ അല്ലാഹ് ഈ ചിരി മരിച്ചു കിടക്കുമ്പോൾ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇന്നൊരു 10 സ്വലാത്ത് പറഞ്ഞവരെന്ന് കൈപൊക്കിക്ക്. താത്താമാര് അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടു. സ്വലാത്ത് പറയണം നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് നമ്മൾ സ്വലാത്ത് പറയണം. സ്വലാത്ത് പറഞ്ഞാൽ മലക്കുകളുടെ ദുആ കിട്ടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായി നോക്കി നടക്കുമ്പോഴൊക്കെ, കടപ്പുറത്തൂടെ നടക്കുമ്പോൾ, ബൈക്കിൽ നടക്കുമ്പോൾ, കടത്തിണ്ണയിൽ ഇരിക്കുമ്പോൾ സ്വലാത്ത് പറ. വലിയ പ്രതിഫലമാണ്. മലക്കുകളുടെ ദുആ നമുക്ക് കിട്ടും. എത്രയോ ഹദീസുകൾ